നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. PSC ബുള്ളറ്റിൻ GK ക്വസ്റ്റ്യന്റെ ഡിസ്കഷൻ ആണ്. ഇന്ന് ഭാഗം 55. ഇതിനു മുന്നേയുള്ള ഭാഗങ്ങൾ കണ്ടിട്ടില്ലാത്തവർ ഈ വരുന്ന ഐ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, ഏറ്റവും തിരക്കേറിയ സമുദ്രം ഏതാണ്? ഏറ്റവും തിരക്കേറിയ സമുദ്രമാണ് അറ്റ്ലാന്റിക് സമുദ്രം. അറ്റ്ലാന്റിക് സമുദ്രം. ഏത് സംസ്ഥാനം വിഭജിച്ചാണ് ജാർഖണ്ഡ് രൂപവത്കരിച്ചത്? ജാർഖണ്ഡ് ബീഹാർ വിഭജിച്ചിട്ടാണ് രൂപവത്കരിച്ചത്. ഏറ്റവും കൂടുതൽ പ്രാവശ്യം സിനിമയാക്കിയ ഇന്ത്യൻ നോവൽ ഏതാണ്? ദേവദാസ്. ഏറ്റവും കൂടുതൽ പ്രാവശ്യം സിനിമയാക്കിയ ഇന്ത്യൻ നോവലാണ് ദേവദാസ്. ഏത് ബാമിനി രാജാവിന്റെ കാലത്തെ പറ്റിയാണ് റഷ്യൻ വ്യാപാരിയായ അദനീഷ്യസ് നികേതൻ വിവരിക്കുന്നത്? മുഹമ്മദ് മൂന്നാമന്റെ കാലത്തെ പറ്റിയാണ് റഷ്യൻ വ്യാപാരിയായ നികേതൻ വിവരിക്കുന്നത്. രക്തരഹിത വിപ്ലവം നടന്ന രാജ്യം? രക്തരഹിത വിപ്ലവം നടന്ന രാജ്യമാണ് ഇംഗ്ലണ്ട്. ഏത് നദിയുടെ തീരത്താണ് പാട്ന നഗരം സ്ഥിതി ചെയ്യുന്നത്? ഗംഗാ നദിയുടെ തീരത്താണ് പാട്ന നഗരം സ്ഥിതി ചെയ്യുന്നത്. ഐക്യരാഷ്ട്ര സംഘടനയുടെ യൂറോപ്യൻ ആസ്ഥാനമായ പാലസ് ഓഫ് നേഷൻസ് ഏത് രാജ്യത്താണ്? സ്വിറ്റ്സർലാൻഡിലാണ് പാലസ് ഓഫ് നേഷൻസ് സ്ഥിതി ചെയ്യുന്നത്. ഐക്യരാഷ്ട്ര സംഘടനയുടെ യൂറോപ്യൻ ആസ്ഥാനമാണ് പാലസ് ഓഫ് നേഷൻ. ഏത് രാജ്യത്താണ്? സ്വിറ്റ്സർലൻഡ്. ഇന്ത്യയിൽ ആദ്യമായി പൈലറ്റ് ലൈസൻസ് നേടിയ വ്യക്തി ആരാണ്? ഇന്ത്യയിൽ ആദ്യമായി പൈലറ്റ് ലൈസൻസ് നേടിയ വ്യക്തിയാണ് JRD ടാറ്റ. JRD ടാറ്റയാണ്. ലോകത്തിന്റെ ഫാഷൻ സിറ്റി എന്നറിയപ്പെടുന്നത് പാരീസ് ആണ്. പാരീസ് ആണ് ലോകത്തിന്റെ ഫാഷൻ സിറ്റി എന്നറിയപ്പെടുന്നത്. രാമനാട്ടം എന്ന പ്രാചീന കലാരൂപത്തിന്റെ ഈറ്റില്ലം. രാമനാട്ടം എന്ന പ്രാചീന കലാരൂപത്തിന്റെ ഈറ്റില്ലമാണ് കൊട്ടാരക്കര. രാജർഷി എന്നറിയപ്പെട്ടിരുന്ന ഭാരതരത്നം ജേതാവ് ആരാണ്? രാജർഷി പുരുഷോത്തം ദാസ് ഠണ്ടനാണ് രാജർഷി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഭാരതരത്നം ജേതാവ് പുരുഷോത്തം ദാസ് ഠണ്ടൻ. ഇന്ത്യയിലെ ആദ്യ ബഡ്ജറ്റ് അവതരണം നടത്തിയ വ്യക്തിയാണ് സർ ജെയിംസ് വിൽസൺ. 1860. ഇന്ത്യയിലെ ആദ്യ ബഡ്ജറ്റ് അവതരിപ്പിച്ച വ്യക്തി ആരാണ്? സർ ജെയിംസ് വിൽസൺ. 1860 ആ ബഡ്ജറ്റ് അവതരണം നടന്നത്. മധ്യപ്രദേശിൽ കുംഭമേള നടക്കുന്ന സ്ഥലം? ഉജ്ജയിനിയിലാണ് മധ്യപ്രദേശിൽ കുംഭമേള നടക്കുന്നത്. ഉദയം പേരൂർ സുനഹദോസ് ഏത് വർഷത്തിലാണ് നടന്നത്? ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. AD 1599. AD 1599 ഉദയം പേരൂർ സുനഹദോസ് നടന്നത്. ഇന്ത്യയിൽ ആദ്യമായി ടെലിഫോൺ നിലവിൽ വന്ന നഗരമാണ് കൊൽക്കത്ത. ഇന്ത്യയിൽ ആദ്യമായി ടെലിഫോൺ നിലവിൽ വന്ന നഗരം കൊൽക്കത്തയാണ്. ഇന്ത്യയിൽ ആദ്യമായി കോട്ടൺ മില്ല് സ്ഥാപിതമായ നഗരവും കൊൽക്കത്ത തന്നെയാണ്. വർഷം 1818. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി കോട്ടൺ മില്ല് സ്ഥാപിതമായ നഗരം ഏതാണ്? കൊൽക്കത്തയാണ്. വർഷം 1818. ലണ്ടനിൽ ഇന്ത്യ ഹൗസ് സ്ഥാപിച്ചത് ആരാണ്? ലണ്ടനിൽ ഇന്ത്യ ഹൗസ് സ്ഥാപിച്ചത് ശ്യാംജി കൃഷ്ണവർമ്മയാണ്. ശ്യാംജി കൃഷ്ണവർമ്മ. ഇറ്റലിക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് വത്തിക്കാൻ. ഇന്ത്യയിൽ ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച പ്രസിഡന്റ് ആരാണ്? ഡോക്ടർ രാധാകൃഷ്ണനാണ് ഇന്ത്യയിൽ ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച പ്രസിഡന്റ്. ഇന്ത്യൻ പാർലമെന്റിന്റെ ആദ്യത്തെ സംയുക്ത സമ്മേളനം നടന്ന വർഷം 1961. ഇന്ത്യൻ പാർലമെന്റിന്റെ ആദ്യത്തെ സംയുക്ത സമ്മേളനം നടന്നത് വർഷം 1961. അടുത്ത ചോദ്യം, ലണ്ടനിൽ വെച്ച് കണ്ട ഏത് ഇന്ത്യക്കാരന്റെ ശിഷ്യത്വമാണ് മാർഗരറ്റ് നോബൽ സ്വീകരിച്ചത്? ലണ്ടനിൽ വെച്ച് കണ്ട ഏത് ഇന്ത്യക്കാരന്റെ ശിഷ്യത്വമാണ് മാർഗരറ്റ് നോബൽ സ്വീകരിച്ചത്? വിവേകാനന്ദന്റെ ശിഷ്യത്വമാണ്. ഇന്ത്യയിൽ ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട വർഷം 1962. 1962 ഇന്ത്യയിൽ ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. അത്യധികം താഴ്ന്ന ഊഷ്മാവിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരാണ് ക്രയോജനിക്സ്. അത്യന്തം താഴ്ന്ന ഊഷ്മാവിനെ കുറിച്ചുള്ള പഠനമാണ് ഏത്? ക്രയോജനിക്സ്. ഇന്ത്യയിൽ ആദ്യമായി DPEP ആരംഭിച്ച സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. DPEP ആരംഭിച്ച സംസ്ഥാനം. DPEP SSAക്ക് മുന്നേ ഉള്ള ഒരു പഠന സമ്പ്രദായമായിരുന്നു. അത് ആരംഭിച്ച സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ആദ്യമായി ആരംഭിച്ചത്.
ഉപരാഷ്ട്രപതിയായ ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി ആരാണ്? ഡോക്ടർ രാധാകൃഷ്ണനാണ് വൈസ് പ്രസിഡന്റ് ആയ ശേഷം രാഷ്ട്രപതിയായത്. മ്യൂറൽ പഗോഡ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കൊട്ടാരമാണ് പത്മനാഭപുരം കൊട്ടാരം. കൊട്ടാരമാണ് ചോദിച്ചിരിക്കുന്നത്. പത്മനാഭപുരം കൊട്ടാരമാണ് മ്യൂറൽ പഗോഡ എന്നറിയപ്പെടുന്ന കൊട്ടാരം. അടുത്ത ചോദ്യം, ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ലോഹം ഏതാണ്? ലിഥിയമാണ് ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ലോഹം. ഏറ്റവും സാന്ദ്രത കൂടിയ ലോഹമോ ഓസ്മിയമാണ്. ഇന്ത്യയിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യയിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രി. ഇന്ത്യയിലെ ആദ്യ കമ്പ്യൂട്ടർ സാക്ഷരതാ ഗ്രാമം തൃശൂർ വേലൂരിലെ തയ്യൂർ ഗ്രാമമാണ്. ഇന്ത്യയിലെ ആദ്യ കമ്പ്യൂട്ടർ സാക്ഷരതാ ഗ്രാമം തൃശൂർ വേലൂരിലെ തയ്യൂർ ഗ്രാമം. റഷ്യൻ വിപ്ലവ കാലത്തെ സാർ ചക്രവർത്തിയായിരുന്നത് ആരായിരുന്നു? നിക്കോളാസ് രണ്ടാമൻ. നിക്കോളാസ് രണ്ടാമനാണ് റഷ്യൻ വിപ്ലവ കാലത്തെ സാർ ചക്രവർത്തിയായിരുന്നത്. ഇന്ത്യയിലെ ചുവന്ന നദി എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്രയാണ്. ഇന്ത്യയിലെ ചുവന്ന നദി എന്നറിയപ്പെടുന്നത്. എല്ലാ നിറങ്ങളെയും ആഗിരണം ചെയ്യുന്ന പ്രതലം ഏത് നിറത്തിലാണ് കാണപ്പെടുന്നത്? കറുപ്പ് നിറത്തിലാണ് കാണപ്പെടുന്നത്. ധാതു സമ്പത്തിൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനമാണ് ജാർഖണ്ഡ്. ധാതു സമ്പത്തിൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ്? ജാർഖണ്ഡ് ആണ്. ഇന്ത്യയിൽ ആദ്യമായി ISD സംവിധാനം നിലവിൽ വന്ന നഗരം മുംബൈ ആണ്. ISD സംവിധാനം നേരത്തെ പറഞ്ഞു, ടെലിഫോൺ സംവിധാനം നിലവിൽ വന്നത് കൊൽക്കത്തയിലും ഇന്ത്യയിൽ ആദ്യമായി ISD സംവിധാനം നിലവിൽ വന്നത് എവിടെയുമാണ്? മുംബൈയിലുമാണ്. ഓർത്തിരിക്കുക, തിരിഞ്ഞു പോകരുത്. ഈസ്റ്റർ ദ്വീപ് ഏത് രാജ്യത്തിൻ്റെതാണ്? ഈസ്റ്റർ ദ്വീപ് ചിലിയുടേതാണ്. ഓർത്തിരിക്കുക, ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. ചിലിയുടേതാണ് ഈസ്റ്റർ ദ്വീപ്. റാണാ പ്രതാപിന്റെ കുതിരയുടെ പേര്, ഇമ്പോർട്ടന്റ് ചോദ്യം, ചേതക് എന്നതാണ്. റാണാ പ്രതാപിന്റെ കുതിരയുടെ പേര് ചേതക്. എല്ലാ രാഗങ്ങളും വായിക്കാൻ കഴിയുന്ന ഇന്ത്യൻ സംഗീത ഉപകരണമാണ് സാരംഗി. എല്ലാ രാഗങ്ങളും വായിക്കാൻ കഴിയുന്ന ഇന്ത്യൻ സംഗീത ഉപകരണം ഏതാണ്? സാരംഗിയാണ്. ഇന്ത്യയുടെ ചായത്തോട്ടം എന്നറിയപ്പെടുന്നത് അസമാണ്. ഇന്ത്യയുടെ ചായത്തോട്ടം. ഏറ്റവും സാന്ദ്രത കൂടിയ ലോഹം ഏതാണ്? ഓസ്മിയമാണ്. ഓസ്മിയം. മുംബൈയിലെ ആദ്യ കോട്ടൺ മില്ല് സ്ഥാപിതമായ വർഷം 1854. അപ്പോൾ കോട്ടണോപോളിസ് എന്നറിയപ്പെടുന്ന നഗരം മുംബൈ ആണ്. മുംബൈയിൽ ആദ്യ കോട്ടൺ മില്ല് സ്ഥാപിതമായ വർഷമാണ് 1854. 1854. LBW ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ടേമാണ് LBW. APJ അബ്ദുൽ കലാമിനെതിരെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് ആരാണ്? APJ അബ്ദുൽ കലാമിനെതിരെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് ക്യാപ്റ്റൻ ലക്ഷ്മിയാണ്. അക്ബർ ചക്രവർത്തി ജനിച്ച സ്ഥലം. അക്ബർ ചക്രവർത്തി എവിടെയാണ് ജനിച്ചത്? അമർകോട്ടിലാണ് അക്ബർ ചക്രവർത്തി ജനിച്ചത്. ഇന്ത്യയിലെ ആദ്യ വനിതാ മുഖ്യമന്ത്രി ആരാണ്? ഇന്ത്യയിലെ ആദ്യ വനിതാ മുഖ്യമന്ത്രിയാണ് സുജേത കൃപലാനി. സുജേത കൃപലാനി. മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം ഏതാണ്? പാട്ടബാക്കി. കെ ദാമോദരൻ രചിച്ച പാട്ടബാക്കിയാണ് മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം. പ്രകാശത്തിന്റെ നഗരം എന്നറിയപ്പെടുന്ന രാജ്യമാണ് ഫ്രാൻസ്. പ്രകാശത്തിന്റെ നഗരം ഫ്രാൻസ്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു, വിധിയുടെ മനുഷ്യൻ എന്നീ അപരനാമങ്ങളിൽ അറിയപ്പെട്ടത് നെപ്പോളിയൻ ആണ്. എന്താണ്? ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു, വിധിയുടെ മനുഷ്യൻ എന്നീ അപരനാമങ്ങളിൽ അറിയപ്പെട്ടത് നെപ്പോളിയൻ ആണ്. ധനുർവേദം എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു? ആയോധന വിദ്യ. ആയോധന വിദ്യയെ കുറിച്ച് പ്രതിപാദിക്കുന്നു ധനുർവേദം. ധർമ്മരാജാവ് അന്തരിച്ചത് ഏത് വർഷത്തിൽ? ധർമ്മരാജാവ് അന്തരിച്ചത് AD 1798. AD 1798. 1798. ധർമ്മരാജാവ്. കാർത്തിക തിരുനാൾ. മരണാനന്തര ബഹുമതിയായി ഭാരതരത്നം ലഭിച്ച ആദ്യ വ്യക്തിയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി. മരണാനന്തര ബഹുമതിയായി ഭാരതരത്നം ലഭിച്ച ആദ്യ വ്യക്തി ആരാണ്? ലാൽ ബഹാദൂർ ശാസ്ത്രിയാണ്. മഹാഭാരതത്തിന്റെ പഴയ പേരാണ് ജയസംഹിത. മഹാഭാരതത്തിന്റെ പഴയ പേരാണ് ജയസംഹിത. മഹാഭാഷ്യം രചിച്ചത് ആരാണ്? പതഞ്ജലിയാണ് മഹാഭാഷ്യം രചിച്ചത്. ഉയർന്ന താപനിലയെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഗ്ലാസ് ആണ് പൈറോ ഗ്ലാസ്. പൈറോ ഗ്ലാസ്. ഉയർന്ന താപനിലയെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഗ്ലാസ് ആണ് ഏത്? പൈറോ ഗ്ലാസ്. രജനീകാന്തിന്റെ യഥാർത്ഥ പേരാണ് ശിവാജി റാവു ഗേക്വാഡ്. ശിവാജി റാവു ഗേക്വാദ് ആണ് രജനീകാന്തിന്റെ യഥാർത്ഥ നാമം. ഭൂദാന പ്രസ്ഥാനം ആരംഭിച്ച സ്ഥലം പോച്ചമ്പള്ളി. പോച്ചമ്പള്ളിയിലാണ് ഭൂദാന പ്രസ്ഥാനം ആരംഭിച്ചത്.
ധവളപ്രകാശത്തെ ഘടകവർണ്ണങ്ങളാക്കി വേർതിരിക്കാൻ ഉപയോഗിക്കുന്നത് പ്രിസമാണ്. അപ്പോൾ പ്രിസം ഉപയോഗിച്ചിട്ടാണ് ധവളപ്രകാശത്തെ ഘടകവർണ്ണങ്ങളായി വേർതിരിക്കുന്നത്. ധാതുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സ്വർണമാണ്. ഭട്നഗർ അവാർഡ് ഏത് മേഖലയിലാണ് നൽകുന്നത്? ശാസ്ത്ര മേഖലയിലാണ് ഭട്നഗർ അവാർഡ് നൽകുന്നത്. ഭൗമ അന്തരീക്ഷത്തിൽ ഏറ്റവും അപൂർവമായുള്ള വാതകമാണ് റാഡോൺ. ഭൗമ അന്തരീക്ഷത്തിൽ ഏറ്റവും അപൂർവമായി കാണപ്പെടുന്ന വാതകമാണ് ഏത്? റാഡോൺ. ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണെന്ന് ചോദിച്ചാൽ ഓക്സിജൻ ആണ്. ഓക്സിജൻ. രജത വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സിൽവർ റവല്യൂഷൻ. മുട്ട ഉൽപാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഏത്? രജത വിപ്ലവം. 2 തവണ നൊബേൽ സമ്മാനത്തിന് അർഹത നേടിയ അല്ലെങ്കിൽ 2 തവണ നൊബേൽ സമ്മാനം നേടിയ വനിതയാണ് മേരി ക്യൂറി. അമേരിക്ക നാഗസാക്കിയിലിട്ട ബോംബ്. ഫാറ്റ്മാൻ ആണ് അമേരിക്കൻ നാഗസാക്കിയിലിട്ട ബോംബ്. ഹിരോഷിമയിലിട്ട ബോംബ് ലിറ്റിൽ ബോയ്. അടുത്ത കുറെ ചോദ്യങ്ങളാണ്. ഇതിന്റെ എല്ലാത്തിന്റെയും ഉത്തരം 28 ആണ്. ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കേരളത്തിൽ EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്ന മന്ത്രിസഭ എത്ര മാസമാണ് ഭരിച്ചത്? 28 മാസമാണ് EMS മന്ത്രിസഭ ഭരിച്ചത്. എത്ര മാസമാണ്? 8 മാസം. നിക്കലിന്റെ അണുസംഖ്യ 28. ഇന്ത്യയിലെ എത്രാമത്തെ സംസ്ഥാനമാണ് ജാർഖണ്ഡ്? 28. ബീഹാർ വിഭജിച്ചാണ് ജാർഖണ്ഡ് രൂപപ്പെട്ടത്. ബാസ്കറ്റ്ബോൾ കോർട്ടിന്റെ നീളം എത്ര മീറ്റർ ആണ്? 28 മീറ്റർ ആണ് ബാസ്കറ്റ്ബോൾ കോർട്ടിന്റെ നീളം. ഒരു ഔൺസ് എത്ര ഗ്രാം ആണ്? 28.35 ഗ്രാം ആണ് ഒരു ഔൺസ് എന്ന് പറയുന്നത്. എത്രയാണ്? 28.35 ഗ്രാം. അടുത്ത ചോദ്യം, ക്രിക്കറ്റ് സ്റ്റമ്പിന്റെ നീളം എത്ര ഇഞ്ചാണ്? 28 ഇഞ്ചാണ് ക്രിക്കറ്റ് സ്റ്റമ്പിന്റെ നീളം. അറബി ഭാഷയിലെ അക്ഷരങ്ങൾ എത്ര? 28 അക്ഷരങ്ങളാണ് അറബി ഭാഷയിൽ ഉള്ളത്. 28. സൂര്യനിൽ എത്ര ശതമാനമാണ് ഹീലിയം? 28% സൂര്യനിൽ ഹീലിയം. ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ മൂലകമായ സിലിക്കൺ എത്ര ശതമാനമാണ്? 27.7. റൗണ്ട് ചെയ്ത് 28. സിലിക്കൺ ഭൗമോപരിതലത്തിൽ. യൂറോപ്യൻ യൂണിയനിലെ എത്രാമത്തെ അംഗമാണ് ക്രൊയേഷ്യ? 28ാമത്തെ അംഗമാണ്. യൂറോപ്യൻ യൂണിയനിലെ എത്രാമത്തെ അംഗമാണ് ക്രൊയേഷ്യ? 28. ഡബിൾസും സിംഗിൾസും ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ കരസ്ഥമാക്കിയ പുരുഷതാരം എന്ന റെക്കോർഡിനുടമയായ റോയ് എമേഴ്സൺ എത്ര ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ നേടിയിട്ടുണ്ട്? 28 ഗ്രാൻഡ് സ്ലാം കിരീടങ്ങളാണ് ആര് നേടിയിട്ടുള്ളത്? റോയ് എമേഴ്സൺ നേടിയിട്ടുള്ളത്. ഒരു അമാവാസി കഴിഞ്ഞ് അടുത്ത അമാവാസിയാകുവാൻ എത്ര ദിവസം വേണം? 28 ദിവസം വേണം ഒരു അമാവാസി കഴിഞ്ഞ് അടുത്ത അമാവാസി ആകുവാൻ. അടുത്ത ചോദ്യം, ഭൂഗോളത്തിന്റെ എത്ര ശതമാനമാണ് ഓക്സിജൻ? 28% ഭൂഗോളത്തിന്റെയാണ് ചോദിച്ചിരിക്കുന്നത് ഓക്സിജൻ. ഓക്കെ. അടുത്ത ചോദ്യം, മാക്ബത്ത് എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ആരാണ്? ഷേക്സ്പിയറിന്റെ പ്രശസ്തമായ കഥാപാത്രമാണ് മാക്ബത്ത്. ഡ്രൂക്ക് യുൽ എന്ന് തദ്ദേശീയർ വിശേഷിപ്പിക്കുന്ന രാജ്യമാണ് ഭൂട്ടാൻ. ഡ്രൂക്ക് യുൽ. ബ്രഹ്മപുത്രയുടെ ദാനം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് അസം. ബ്രഹ്മപുത്രയുടെ ദാനം അസം. ത്രിപിടകങ്ങൾ ഏതു മതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബുദ്ധമതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ത്രിപിടകങ്ങൾ ബുദ്ധമതം. പ്രാചീന കാലത്ത് കാമരൂപം എന്നറിയപ്പെട്ടിരുന്ന സംസ്ഥാനമാണ് അസം. കാമരൂപം അസം. ക്രാങ്ങനൂർ, മുസിരിസ്, മഹോദയപുരം എന്നീ പേരുകളിൽ അറിയപ്പെട്ട സ്ഥലമാണ് കൊടുങ്ങല്ലൂർ. എന്തെല്ലാം പേരാണ്? ക്രാങ്ങനൂർ, മുസിരിസ്, മഹോദയപുരം, കൊടുങ്ങല്ലൂർ. അവസാനത്തെ ചോദ്യം, ശ്രീമൂലം പ്രജാസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ അധസ്ഥിത വിഭാഗക്കാരൻ ആരാണ്? അയ്യങ്കാളിയാണ് ശ്രീമൂലം പ്രജാസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ അധസ്ഥിത വിഭാഗക്കാരൻ. അപ്പൊ ഫ്രണ്ട്സ്, ഇത്രയും ചോദ്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. തുടർന്നുള്ള ചോദ്യങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക്